ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള ടോപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ സാധാരണ ഒരു ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഏകദേശം ഒരു 50% മാർക്കൊക്കെ വാങ്ങുന്ന, ഇനിയിപ്പോൾ പാസ്സാവുമോ എന്ന് ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരു വിഭാഗം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളുടെ എക്സാമുകളൊക്കെ അടുത്തു കഴിഞ്ഞു. ആനുവൽ എക്സാം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ SSLC, CBSE ബോർഡ് എക്സാം, അതോടൊപ്പം തന്നെ നമ്മളുടെ +1 +2 പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പരീക്ഷാ കാലമാണ്, മാർച്ച്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഏകദേശം അധികവും പഠിക്കാത്ത, നമ്മളിപ്പോൾ സ്ട്രെസ് എടുത്തിരിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. ഒരുപാട് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന മക്കളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന ടിപ്സ്. ഈ ടിപ്സ് നിങ്ങൾ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കുക ഈ പരീക്ഷാ കാലഘട്ടത്തിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം അതിന്റെ വ്യത്യാസം എന്താണ് എന്നുള്ളത്. നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഹാർഡ് വർക്ക് അല്ല വേണ്ടത് എന്നുള്ളത് ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടത് സ്മാർട്ട് വർക്കാണ്, എഫക്റ്റീവ് വർക്കാണ് വേണ്ടത്. ആ എഫക്റ്റീവ് വർക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ കുറച്ച് ടിപ്പുകൾ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഒരു ഡെഡ് ലൈൻ നമുക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി 8 മണിക്കൂറോ 2 മണിക്കൂറോ 4 മണിക്കൂറോ ഒന്നും എടുക്കുന്നില്ല. നമ്മളൊരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുന്നു. നമ്മൾ എടുക്കുന്ന ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 40-45 മിനിറ്റ്സിന്റെ ഒരു ഡെഡ് ലൈൻ ആണ്. ആ ഒരു സമയം നമ്മൾ എത്ര പഠിക്കണം, അതായത് നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്ന ഓരോ കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന പോർഷൻസിന്റെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്ന, അതാത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും പോർഷൻസ് എടുക്കുക. ആ ഒരു 45 മിനിറ്റ് കൊണ്ട് ഏകദേശം നമുക്കൊരു ചെറിയൊരു ടോപ്പിക് പഠിക്കാം. ആ ഒരു ടോപ്പിക് പഠിച്ചെടുക്കുന്നു. ആ 45 മിനിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഡെഡ് ലൈൻ ആണ്. ആ ഡെഡ് ലൈനിൽ ഭൂകമ്പം ഉണ്ടായാൽ പോലും പിന്നെ എണീക്കാൻ പാടില്ല. അങ്ങനത്തെ ഡെഡ് ലൈൻ ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ മൊബൈൽ എടുക്കുന്നില്ല, ആര് വിളിച്ചാലും എണീക്കുന്നില്ല. ആ ഡെഡ് ലൈനിൽ നമ്മൾ എത്ര പോർഷൻ പഠിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു, ആ ഒരു പോർഷൻ നമ്മൾ പഠിച്ചെടുക്കുന്നു. പറ്റാത്തത് നമ്മൾ തീരുമാനിക്കാനും പാടില്ല. പഠിക്കാൻ പറ്റുന്ന 45 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കേണ്ടത്. അത്രയും ഭാഗമേ എടുക്കാവൂ. അത് നമ്മൾ 45 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കുന്നു. അല്ലാതെ നമ്മൾ 8 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ട് വലിയ കാര്യമില്ല. ആ ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ആ ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുന്നു. ആ ഡെഡ് ലൈനിൽ ഇരുന്ന് നമ്മൾ പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ആണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് വരുന്നത്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തന്നെ ടീച്ചർ ആവുക എന്നുള്ളതാണ്. അതെന്താണെന്നല്ലേ, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഏകദേശം കാര്യങ്ങളും പോയിന്റ്സും ഒക്കെ ഓർമ്മയുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ സ്വയം ടീച്ചറായിട്ട്, നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുക. എന്നിട്ട് ആ കുട്ടികൾക്ക് എങ്ങനെയാണോ ഈ പഠിച്ച ഭാഗം സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, അതേപോലെ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ചില സമയത്ത് നമുക്ക് ചില വാക്കുകളൊക്കെ വിട്ടുപോകാം, ചില പോയിന്റ്സ് ഒക്കെ വിട്ടുപോകാം. അത് നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് പിന്നെയും അവർക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. കുട്ടികൾ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണ് കേട്ടോ, അല്ലാതെ നമുക്ക് പുതിയ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാനാവില്ലല്ലോ. അപ്പൊ കുട്ടികൾ ഉണ്ടെന്ന് സങ്കല്പിച്ചതിന് ശേഷം നമ്മൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിച്ച കാര്യം നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്ക് ബ്രെയിൻ കൂടുതൽ അത് ഗ്രാസ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം, നമ്മൾ എങ്ങനെ ടീച്ചറാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ നമുക്ക് ബ്ലാങ്ക് ആയി പോകില്ല. പരീക്ഷ ഹാളിൽ എത്തുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാറില്ല, അയ്യോ ക്വസ്റ്റ്യൻ വായിച്ചു, ഞാൻ പഠിച്ചതായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ടീച്ചർ ആവുക എന്നുള്ളതാണ്. ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുന്നു. ആ ഡെഡ് ലൈനിൽ നമ്മൾ പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം രണ്ടാമത്തെ ടിപ്പാണ് നമ്മൾ പറഞ്ഞത്, ടീച്ചറായിട്ട്
നമ്മളൊന്ന് സങ്കല്പിക്കുക. കുട്ടികൾ മുന്നിൽ ഇരിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. അവരുടെ മുന്നിലേക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതാണ് നമ്മളുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് നമ്മളുടെ സെക്കൻഡ് ടിപ്പ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്രെയിൻ അത് നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യും. പരീക്ഷ സമയത്ത് അത് നമുക്ക് നല്ല ഓർമ്മയും വരും. ഓക്കെ, ഇനി വരുന്ന മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഏതായാലും പരീക്ഷാകാലത്തേക്ക് എത്തി, നമ്മൾ മാർച്ച് മാസത്തിലെത്തി. അപ്പൊ ആ സമയത്ത് ഇനിയിപ്പം ആദ്യം തുടങ്ങി 100% ചാപ്റ്ററുകളും 100% സിലബസും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ല. അത് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാം. അപ്പൊ ഇതുവരെ പഠിക്കാതിരിക്കുന്ന ഏകദേശം ഏവറേജ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മുഴുവൻ പഠിച്ചെടുക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം പഠിക്കുക. ഏതൊരു സബ്ജക്റ്റ് എടുത്താലും ആ സബ്ജക്റ്റിൽ ഏകദേശം ഒരു 40% മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്ന കാര്യങ്ങൾ പലപ്പോഴും ചില ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ആ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഏകദേശം ഒരു 40% സിലബസിൽ വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു, പോയിന്റ്സ് പഠിക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തിട്ട് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒന്നും കൂടി പഠിച്ചെടുക്കുന്നു, അതൊന്നും കൂടി മനസ്സിലാക്കുന്നു, ആൻസറുകളൊക്കെ നോക്കി മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള 40% ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. 40% സിലബസിന്റെ 40% മാത്രമായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുക. ഇപ്പൊ മാത്സ് എന്ന് പറഞ്ഞാൽ മാത്സിൽ വരാൻ ചാൻസ് ഉള്ള 40% ഭാഗങ്ങളെ അധികവും കാണത്തുള്ളൂ. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 80% മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതാണ് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. മുഴുവൻ ലെസണും എടുത്ത് പഠിക്കാതെ നമ്മൾ ഒരു 40% ഭാഗം മാത്രം, അതും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ മാത്രം പഠിക്കുന്നു. അതിൽ നിന്ന് തന്നെ നമുക്കൊരു 80% മാർക്കുകൾ കിട്ടുന്നതാണ്. അപ്പൊ അതാണ് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെയും ഏറ്റവും അവസാനത്തെയുമായ ടിപ്പാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എക്സാം ടൈമിൽ ഉറക്കമിളച്ച് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടുമെന്നൊക്കെ വെറുതെ പറയുന്നതാണ്. നമ്മൾ 12 മണിക്കൂർ, 8 മണിക്കൂർ, 14 മണിക്കൂറൊക്കെ എടുത്ത് രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഉറക്കം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉറങ്ങാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ബ്രെയിനിന് റെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും എക്സാം എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ എക്സാം കാലഘട്ടത്തിൽ ശരിക്കും ഒരു 8 മണിക്കൂർ സ്ലീപ്പ് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റും വേണം. പിന്നെ വേണ്ടത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം. നമ്മുടെ ഹെൽത്ത് എപ്പോഴും നന്നായിട്ട് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബ്രെയിനും അതേപോലെ തന്നെ നമുക്ക് എക്സാം എഴുതാനും നമ്മളുടെ ആരോഗ്യമൊക്കെ ഉണ്ടായാലേ നമ്മളൊരു മൈൻഡ് സെറ്റ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയുള്ളൂ. നല്ല മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റൂ. അതുകൊണ്ട് ഈ ഒരു 4 ടിപ്പുകൾ നിങ്ങൾ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കുക. ഉറപ്പായിട്ടും വിജയം സുനിശ്ചിതമാണ്. നമുക്ക് ആവറേജ് ആയിരിക്കുന്ന കുട്ടികളോടാണ് ഈ പറയുന്നത്. നിങ്ങൾ ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുക, ടീച്ചർ ആവുക. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു 40% റൂൾ എടുക്കുക. അതോടൊപ്പം നമ്മുടെ ഹെൽത്തും സ്ലീപ്പും നന്നായിട്ട് നോക്കുക. എന്തായാലും നല്ല മാർക്ക് ഈ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.